10 കൊല്ലം നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഈ 2025 26 കേടായി. എങ്ങനെയാണെന്നറിയാൻ പാടില്ല. എല്ലാം അറ്റ്ലീസ്റ്റ് 10-15 കൊല്ലം നിൽക്കുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ 2025 26 കേടായി. നാഷണൽ ഹൈവേ വികസിച്ചതോടുകൂടി പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ 2 സൈഡിലും വന്നു തുടങ്ങി. ഇവിടെ മാത്രമല്ല, ത്രൂ ഔട്ട് ഈ നാഷണൽ ഹൈവേയുടെ ടാറിങ് കഴിയുന്നതോടുകൂടി പുതിയ പുതിയ കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ഇഷ്ടംപോലെ വന്നു തുടങ്ങി. ഇവിടെ കാര്യം ഇത് 2 ലൈൻ ആണെങ്കിലും 2 സൈഡിൽ പുതിയതായിട്ടുള്ള ബിൽഡിങ്സ് വന്നു തുടങ്ങി. ഒരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 10ാം മൈൽ മുതൽ കോലഞ്ചേരി അങ്ങ് ഡെവലപ്ഡായി. 10ാം മൈൽ മുതൽ ഇപ്പോൾ കോലഞ്ചേരി തുടങ്ങും. 10ാം മൈൽ മുതൽ ഏതാണ്ട് മറ്റേ ഇത് കടമറ്റം വരെ ഇപ്പോൾ കോലഞ്ചേരിയായി മാറി. കോലഞ്ചേരി ടൗൺ ഇങ്ങനെ പുറത്തേക്ക് വികസിച്ചുകൊണ്ടിരിക്കുക. 10ാം മൈൽ മുതൽ എറണാകുളം സൈഡിൽ 10ാം മൈൽ മുതൽ മറ്റേ മൂവാറ്റുപുഴ സൈഡിലേക്ക് കടമറ്റം വരെ ഏതാണ്ട് 3.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3.5-4 കിലോമീറ്റർ. 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും കോലഞ്ചേരി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. മോള് പറഞ്ഞു വന്ന് പെട്രോൾ അടിച്ചിട്ട് മിക്കവാറും പെട്രോളിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട് യുദ്ധം കാരണം. ഇപ്പം എന്തോരം പെട്രോൾ അടിക്കാൻ പറ്റും? 1 മാസത്തേക്കുള്ള പെട്രോൾ അടിക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് അടിച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോൾ പെട്രോളിൻ്റെ യൂസേജ് പൊതുവെ കുറവായിരിക്കും എനിക്ക്. കാരണം മോൻ്റെ കടയിൽ ഇപ്പോൾ സ്കൂൾ തീർന്നതോടുകൂടി പെട്രോൾ യൂസേജ് കുറഞ്ഞു. മറ്റേ കടയിൽ സ്കൂളിലേക്ക് ഡെയിലി കൊണ്ടുവന്നാക്കണമായിരുന്നു പെട്രോളിന്. അത് കഴിഞ്ഞു, അവൻ്റെ പഠിത്തം കഴിഞ്ഞല്ലോ. പിന്നെ ആ ഒരു ഇത് തീർന്നു. ഒരു കൊച്ചിനെയും വെച്ചോണ്ടാ പോകുന്നത്. ഒരു മയമില്ലാണ്ട ഫ്രണ്ടിൽ ഇച്ചിരി ഇല്ലാത്തൊരു കൊച്ചിനെയും വെച്ചോണ്ട് അത് പോകണം. പോക്കുന്നുണ്ട് ലേഡി ഓടിക്കുന്നത്. പണ്ടൊക്കെ ലേഡീസൊക്കെ ഒരു മറ്റേ മര്യാദയ്ക്ക് ഓടിക്കാറുണ്ട്. ഇപ്പം ലേഡീസ് അങ്ങനെ കാണും. ആ ഫ്രണ്ടിൽ അത്രയും ഡേഞ്ചറായിട്ടൊരു കൊച്ചിനെ വെച്ചോണ്ട് ഓടിക്കുന്നത്. KL40 B5553 3.5 ഉണ്ട്. 555 KL40 B5553. പണ്ട് 555 ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടോയെന്നറിയില്ല. പണ്ട് പറഞ്ഞു, ഞാൻ സിഗരറ്റ് ഉപയോഗിക്കാറില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ നോവലുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. 555 ഹാഫ് എ കൊറോണ. കോട്ടയം പുഷ്പനാഥിൻ്റെ ഒരു നോവൽ ഉണ്ടായിരുന്നു, അതിൽ ഹാഫ് എ കൊറോണയായിരുന്നു. മമ്മൂട്ടിയൊക്കെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് 555.
സിഗരറ്റ് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു കൊച്ചപ്പൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പുള്ളി പിന്നെ അത് നിർത്തി ആ ഹാബിറ്റ്. ഒരു 40 വയസ്സായപ്പോഴത്തേക്കും പുള്ളി ആ ഹാബിറ്റ് നിർത്തി. പുള്ളി ചെറുപ്പത്തിൽ ഇങ്ങനെ നായാട്ടിനൊക്കെ പോകുമ്പോൾ കൊച്ചപ്പൻ പിടിച്ചത് ഈ രാത്രി മൊബൈലിനെ വെടിവെക്കാനും അങ്ങനെയുള്ളതിനായിട്ട് പുള്ളിയുടെ ഇവിടെ വേറെ അവരിങ്ങനെ പോയി. പിന്നെ ഊത്ത പിടിക്കാനായിട്ട് മീൻ ഊത്ത പിടിക്കാൻ പോകും രാത്രി. അപ്പം അങ്ങനെയൊക്കെ പോയാണ് ആ ഹാബിറ്റ് വന്നത്. പക്ഷെ പിന്നെ പുള്ളി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയായിരുന്നു. ഒരു പ്രായമായി ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി നിർത്തിയായിരുന്നു. പുള്ളിക്കൊരു 52 വയസ്സ് വന്നപ്പോൾ ഇത് വന്നായിരുന്നു, കാർഡിയാക് ഇഷ്യൂസ് വന്നായിരുന്നു. പക്ഷെ അതിനൊരു 10 കൊല്ലം മുമ്പേ നിർത്തിയായിരുന്നു ഈ സിഗരറ്റിൻ്റെ പരിപാടി. സിഗരറ്റല്ല, ബീഡി ആയിരുന്നു കൂടുതൽ സിഗരറ്റിനേക്കാൾ. ഇവിടെ ടാറിങ് ചെയ്തല്ലോ. കുറേ നാളായിട്ട് PM വൈലിപ്പുള്ള റോഡ് അങ്ങനെ ടാർ ചെയ്യാതെ കിടക്കുകയായിരുന്നു. PM വൈലിപ്പുള്ള റോഡ് ഇതാണോ അപ്പുറത്തെ റോഡാണോ ഏതാണെന്നറിയില്ല. അതായത് ആ കോളേജിൽ മുനിസിപ്പലായ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡാണോ ഈ റോഡാണോ PM വൈലിപ്പുള്ളാണ്? ഇതിൻ്റെ പേരും PM വൈലിപ്പുള്ളയാണോ സംശയമാണ്. ആ റോഡും മറ്റേ റോഡും വൈലിപ്പുള്ള എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ വരുന്ന റോഡാണ്. പുള്ളി ഇവിടെ 10-30 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പുള്ളിക്ക് സ്മരണാർത്ഥം ഇട്ടതാണ്.